ഓസോയെ പരിചയപ്പെടുന്നത് ഫേസ്ബുക്ക് വഴിയാണ്. ഇങ്ങനെ കണ്ട് വൈഫുമായിട്ട് വീഡിയോ ഡിസ്കസ് ചെയ്ത ശേഷം ഓസോയുടെ ആൾക്കാരുമായിട്ട് പരിചയപ്പെടുത്തി തരുകയും സൈറ്റിൽ വന്ന് വിസിറ്റ് ചെയ്യുകയും അതിന് ശേഷമാണ് ഡ്രോയിങ്ങും കാര്യങ്ങളും. ഞാൻ ഗൾഫിലായിരുന്നു, വൈഫുമായിട്ടാണ് കോണ്ടാക്ട് ചെയ്ത് കാര്യങ്ങളെല്ലാം മുന്നോട്ട് ചെയ്തത്. പിന്നെ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളെല്ലാം വാട്സപ്പ് വഴി ഡിസ്കസ് ചെയ്ത ശേഷമാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. ഡിസൈൻ ആഗ്രഹപ്രകാരമാണ് ചെയ്തു തന്നതും അത് മോഡലുകൾ പലതവണ അയക്കുകയും അതിന് മാറ്റങ്ങൾ വരുത്തുകയും ചെയ്ത് നല്ല രീതിയിൽ ചെയ്തു തരികയും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് റിവ്യൂ പറഞ്ഞതും പാർട്ടീഷനാണ്. നല്ല പാർട്ടീഷനാണ്. പിന്നെ ആണെങ്കിൽ ചെറിയ മോഡലാർ കിച്ചണിൻ്റെ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്തു തരികയും തന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം കിച്ചണ് ഈ യു ഷേപ്പിലായിരുന്നു ഡിസൈൻ ചെയ്യുന്നത്. പിന്നീട് വന്ന് നോക്കിയപ്പോൾ ഇവിടെ കുറച്ച് സ്പേസ് വെറുതെ കിടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഇവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഇവിടെ ഒരു ഓപ്പൺ നിഷും കൊടുത്തു. പിന്നെ ഫ്രിഡ്ജ് വെക്കാനുള്ള ഏരിയയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പം ഇവിടെ സ്പേസ് എല്ലാം നല്ല പെർഫെക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി. പിന്നെ ഈ കിച്ചണിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ എല്ലാ ഏരിയയും കാണാവുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയത്. കാരണം അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു. ഈ ഇൻറ്റീരിയർ ചെയ്തത് ആരാണെന്ന് വരുന്നവരെല്ലാം ഞങ്ങളോട് ചോദിക്കുന്നുണ്ട്. കാരണം മറ്റുള്ളിടത്ത് ചെയ്യുന്നത് പോലെയല്ല. ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൽ തന്നെ രണ്ട് രീതി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ടും ഇത് യൂസ് ചെയ്യാം, അല്ലാതെ ബാർ കൗണ്ടറായിട്ടും ഇത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ എടുത്തു പറയാനൊക്കെ കൊണ്ടാണെങ്കിൽ ഈ ഇവിടുത്തെ പാർട്ടീഷൻ വളരെ ഹൈലൈറ്റാണ്. നമ്മൾ മനസ്സിന് ആഗ്രഹിച്ചതിൽ നല്ലതായിട്ട് ഓസോ ഞങ്ങൾക്കത് ഡിസൈൻ ചെയ്തു തന്നു. അതിന് ഓസോയുടെ എപ്പോഴും നന്ദിയുള്ളവരാണ് ഞങ്ങൾ.